ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. ഞാനിവിടെ എടുത്തത് ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു പച്ചമുളക്, 2 ബീൻസ്, കുറച്ച് ക്യാബേജ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്, പകുതി ക്യാപ്സിക്കം, പകുതി സവാള. ഇതാണ് ഞാൻ എടുത്തത്. ഇനി ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്ത് നമുക്ക് സേവനാഴിയിലിട്ട് നൂലപ്പം ഉണ്ടാക്കുന്നത് പോലെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അമർത്തി കൊടുക്കാം. കൈ പൊള്ളാതെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇത് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിച്ചെടുക്കാം. ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 കഷ്ണം ഇഞ്ചിയും 6-7 വെളുത്തുള്ളിയും കൂടി ചതച്ച കൂട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച സാധനങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ബീൻസും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾ നല്ലതുപോലെ കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും. പിന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. പിന്നെ ഹെൽത്തിയുമാണ്. ഇനി ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം. കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അത് ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 2 നുള്ളി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലിടുന്ന വെജിറ്റബിൾസിൻ്റെ അളവും മസാലപ്പൊടിയുടെ എരിവുമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. അതുപോലെ ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട ശേഷം ചിക്കൻ ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ കുരുമുളകും ഉപ്പും കൂടി ഇട്ട് വേവിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ചെറുതായി മുറിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ചിക്കൻ കഴിക്കാത്തവർക്ക് ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ചിക്കൻ ക്യൂബ്സ് ഇടുന്നുണ്ടെങ്കിൽ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, അതിൽ നല്ലതുപോലെ ഉപ്പുണ്ടാകും. ഇനി ഒന്ന് 2 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഇട്ട് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നൂഡിൽസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങളുടെ കൈവശം ചീസ് ഉണ്ടെങ്കിൽ അതുകൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എല്ലാം ഒന്ന് ഇളക്കിയെടുത്താൽ സൂപ്പർ നൂഡിൽസ് റെഡിയായി. നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ സൂപ്പർ എന്നേ പറയൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.